ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കേണ്ടത് മനോഹർ അങ്ങനെ ഈ ബന്ധം എന്നത് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മരിയയുടെ കഴുത്തിൽ താലി ചാർത്താൻ വേണ്ടി ഒരുങ്ങുവാണ്. മരിയയും പറഞ്ഞിട്ട് അതെന്നെ എനിക്കും പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ ബന്ധം എന്നെന്നും നിലനിൽക്കണം എന്ന് പറയാണ്. അങ്ങനെ മനോഹർ ആ താലി മരിയയുടെ കഴുത്തിലേക്ക് ചാർത്തു കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ സരിയു കാറിലിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ സരിയു കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടണ ആ കാഴ്ച കാണുമ്പോൾ സരിയു ശരിക്കും തകർന്നു പോകട്ടോ. ആ സെക്കൻഡ് തന്നെ മനോഹറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സരിയു തീരുമാനിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സരിയു ആകെ തകർന്നു പോവാണ്. ശരിക്കും മാനസിക നില തെറ്റിയതാണോ അതോ താൻ ജീവനോടെ ഉണ്ടോ എന്നും ഇല്ലാത്തൊരവസ്ഥ. അതായത് ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവ് എവിടെയോ പോയി. ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലൂടെയാണ് സരിയു കടന്നു പോകണം. അപ്പൊ ഡ്രൈവർ ചോദിക്കണ്ട, മാഡം എങ്ങോട്ടേക്കാ പോകേണ്ടത്, തിരിച്ചു വീട്ടിലേക്ക് തന്നെ കൊണ്ടേ ആക്കടോ എന്ന് പറയണം. അങ്ങനെ സരിയു മനസ്സിൽ വിചാരിക്കണം, എന്തായാലും അയാൾ തിരിച്ചു വരുമല്ലോ, അയാൾക്കിട്ട് കൊടുത്തോളാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് തന്റെ മോളെ ഒന്നും കൂടി അവസാനമായിട്ട് കാണണം, തന്നെ എത്ര നാളെ വളർത്തി വലുതൊക്കെ തന്റെ അമ്മേനെയും കാണണം, ശേഷം മനോഹറിനെ ഇല്ലാതാക്കണം, അതിനുശേഷം ജയിലിൽ പോയാലോ താൻ മരിച്ചാലോ ഒരു കുഴപ്പമില്ല എന്നൊരു ആകെ ഒരു വിചാരത്തിൽ നമ്മുടെ സരിയു തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. ഷാരി വാതിൽ തുറക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോണ സരിയു ആകെ കരഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. മോൾക്ക് എന്തു പറ്റി, ഇവിടുന്ന് പോയപ്പോ മോൾക്ക് ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായില്ലോ, ഇത്ര വിഷമമൊന്നും ഉണ്ടായില്ലോ, എന്തു പറ്റി മോളെ, എന്തിനാ നീ കരയണത്, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്റെ സരിയു പൊട്ടിക്കരയാണ്. ഷാരിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ മോളെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ എന്തിനാ വിഷമിക്കണത്, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി മോളെ, പക്ഷേ അത് നീയായിട്ട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കു മോളെ, ഞാൻ നിന്റെ ഒരു കാര്യം പറയാം, നിന്റെ ഇപ്പത്തെ കടന്നു പോണ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മുടെ കൂടെ ജീവിതാവസാനം വരെ ഒന്നും ഉണ്ടാവില്ല മോളെ. നമ്മൾ മാത്രമേ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ പലതും വിചാരിക്കും, നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടാവും, അതുപോലെ നമ്മുടെ കൂടപ്പിറപ്പ് കൂടെ ഉണ്ടാവും, മക്കൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ നമ്മുടെ വിചാരം മാത്രമാണ്, അതുപോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താണോ ആ രീതി തന്നെ നടക്കുക, ആരും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നൊക്കെ പറയണം. അതൊക്കെ കേട്ട് സരിയു സരിയു പറയുന്നുണ്ട്, എന്നാലും ഞാൻ തോറ്റുപോയല്ലോ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ മോളെ, നമ്മൾ എപ്പോഴാണ് തോറ്റുപോയി തുടങ്ങിയത്, നമ്മൾ ഒരുപാട് അർഹതയില്ലാത്തതൊക്കെ ആഗ്രഹിച്ചപ്പോഴല്ലേ നമ്മൾ തോറ്റുപോയത്. നീ ആ രൂപയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് സോണി ജനിച്ച് 2 വയസ്സായപ്പോഴാണ് ചന്ദ്രസേന അവള് വെറുത്ത്, ചന്ദ്രസേന നിരപരാധിയായ ചന്ദ്രസേനനെ അവൾ ഉപേക്ഷിച്ചത് സോണിക്ക് 2 വയസ്സുള്ളപ്പോഴാണ്. കിരൺ ആ സമയത്ത് 5 വയസ്സായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് 10-25 വർഷത്തോളം അവൾ ഒറ്റയ്ക്കാണ് നിന്നത്. അവൾക്ക് എന്താ, സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവൾ നിന്നില്ലേ. പിന്നെ നിന്റെ അച്ഛൻ ഒരുപാട് സ്നേഹം കാണിച്ച് അഭിനയിച്ചു നിന്നു, പക്ഷേ എങ്കിലും അവൾ ഒറ്റയ്ക്ക് നിന്നു. തന്റെ ഭർത്താവ് ചതിച്ചെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്, പക്ഷെ ചതിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ, ഒരുപാട് ഭർത്താക്കന്മാർ ചതിക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി. നിന്നോട് അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഒരിക്കലും മരിക്കരുത്. കാരണം മരണം ഒന്നിനൊരു പരിഹാരമല്ല. ആ ഒരു സമയം കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ട് വീണ്ടും തോന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നിന്റെ മോൾ ഒരു അബദ്ധവും കാണിക്കരുത് എന്നൊക്കെ പറയാണ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സരിയു മുകളിലേക്ക് പോവാണ്. തന്റെ കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കായിരിക്കും. സരിയു വേഗം തന്നെ തൊട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഷാരി പിന്നെയും ചോദിക്കേണ്ട, സരിയു മോളെ നീ എവിടേക്കാ പോണത്, മാറി നിൽക്ക്, എനിക്കൊരു സ്ഥലം വരെ പോണം മോളെ, നീ ഇപ്പൊ എവിടെയും പോണ്ട, ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക്, നീ എവിടെയും പോണ്ട മോളെ, നിനക്കിപ്പോ നീ പോണത് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പോയേ പറ്റൂ, മാറി നിൽക്ക്, നോക്ക് ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല, ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിലെ അമ്മയുടെ സ്ഥാനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പണം മാറി നിൽക്കുക, അവിടെ നിന്ന് മാറി നിൽക്കുന്നതിനെ തള്ളി മാറ്റിയിട്ട് സരിയു അവിടെ നിന്ന് ആ ഇരുമ്പലൊക്കെ ആയിട്ട് പോകുക കേട്ടോ, മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ ഒരു സമയമായിട്ടാണ് കാണിക്കണത്. പ്രകാശിന്റെ സ്വപ്നമാണോ എന്നറിയില്ല, എന്തായാലും ഓണത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കണത്. അങ്ങനെ പ്രകാശൻ കല്യാണിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കല്യാണി നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. പ്രകാശിന് അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രകാശൻ നല്ലതായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ ഒരുപാട് ഓണം കൂടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വരെ എൻ്റെ ഓണത്തിന് മോൾ കൂടെ ഉണ്ടായിരുന്നില്ല, മോളെ വെറുക്കുന്ന ഒരു അച്ഛനായിരുന്നു ഞാൻ. നീ ജനിച്ചപ്പം മുതൽ ഓണം, ഒരുപാട് ഓണം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കിരണ കല്യാണം കഴിച്ചിട്ട് നീ ഒരു 2-3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ ഓണം എന്ന് പറഞ്ഞതല്ല, നിന്റെ കാലിത്തൊഴുത്തിലായിരുന്നു ഓണം. അവിടുത്തെ ആ ഒരു പശുക്കിടാങ്ങളുടെ ഒപ്പം പശുക്കളുടെ കൂടെയൊക്കെ ആയിരുന്നു നിന്റെ ഓണം. അവരോട് നീ ഓണസദ്യ ഒരുമിച്ച് കഴിക്കും, പക്ഷെ ഓണസദ്യ എന്നല്ല, വെറും വറ്റ്, അവർക്ക് കൊടുക്കുന്ന കഞ്ഞിവെള്ളത്തിൽ പോലും 2-3 വറ്റെങ്കിലും ഉണ്ടാവും, നിനക്ക് അതുപോലും ഞാൻ തരില്ലായിരുന്നു. അത്രക്കും ക്രൂരനായിട്ടുള്ളൊരു അച്ഛനായിരുന്നു ഞാൻ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ മോള് എനിക്ക് ഓണസദ്യ തരുന്നു, ഒന്നുമില്ലാത്ത സമയത്ത് എൻ്റെ മോൾ എനിക്ക് ഓണസദ്യ തരുന്നു, ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം എനിക്കില്ല. ഈ സമയം ഞാൻ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല മോളെ എന്നൊക്കെ പ്രകാശൻ കല്യാണി എടുത്ത് പറയുമ്പോൾ കല്യാണി ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശേഷം പ്രകാശനെ വിളമ്പി കൊടുക്കാണ് കല്യാണി. പ്രകാശൻ ആ ഒരു
ഉരുള ചോറ് ഇങ്ങനെ എടുക്കുകയാണ്. ശേഷം കല്യാണിനെ നോക്കുന്നുണ്ട്. ഈ ഉരുള ചോറ് എനിക്കൊരു ആഗ്രഹമുണ്ട് മോളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളുടെ കൂടെ നേരം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്, മോള് സാധിച്ചു തരുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞോ എന്ന് കല്യാണി പറയുമ്പോൾ അച്ഛാന്ന് കല്യാണി പ്രകാശിന്റെ മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമാവാട്ടോ. മോളെ നീ ഒരു പ്രാവശ്യം കൂടി അച്ഛാന്ന് വിളിക്കാവോ എന്ന് പറയുമ്പോഴേക്കും ഇത്രയും നാള് വിക്രത്തിന്റെ അച്ഛനാണെന്ന് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാ, ഞാൻ വിക്രത്തിന്റെ അച്ഛൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ പെമ്മക്കളുടെ അച്ഛൻ കൂടിയിട്ട് ഞാൻ, നീ ഒരു പ്രാവശ്യം കൂടി എന്നെ അച്ഛാന്ന് വിളിക്കാവോ മോളെ എന്ന് പറയാണ്. അങ്ങനെ കല്യാണി വീണ്ടും പ്രകാശിനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ശേഷം പ്രകാശൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഉരുള ചോറും എന്റെ മോൾക്ക് തന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. കല്യാണി സന്തോഷത്തോടെ താ അച്ഛാന്ന് പറയണം. അങ്ങനെ പ്രകാശൻ സാമ്പാറും അവിയലൊക്കെ കുഴച്ചൊരു വലിയ ഉരുളാക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് കല്യാണിന്റെ നേരെ നീട്ടുവാണ്. കല്യാണി വേഗം തന്നെ ആ ഉരുള ചോറ് പ്രകാശിന്റെ കയ്യിൽ നിന്ന് കഴിക്കുക കേട്ടോ. കല്യാണിക്കും ഭയങ്കര സന്തോഷമാവാണ്. കല്യാണി പറയുന്നുണ്ട്, ഈ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ചെറുപ്പുള്ള സമയത്ത് അച്ഛനെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്ത് പോലും അച്ഛൻ നോക്കില്ലായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ എന്നെ സമ്മതിക്കില്ല. എൻ്റെ അമ്മയാണ് എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചത്. പക്ഷെ അച്ഛൻ്റെ ഒരു കാര്യം അറിയാവോ, എനിക്ക് അച്ഛനെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കറിയാം മോളെ, നീ ആ ഒരു ചുമരിലെല്ലാം എൻ്റെ പടമാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നീ എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ വെറുക്കുമ്പോഴെല്ലാം നീ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഒരു സമയത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നൊരു വിശ്വാസത്തിൽ നീ കഴിഞ്ഞു. എല്ലാം എനിക്ക് അറിയാമോളെ. എല്ലാത്തിനും എനിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ കണ്ടില്ലേ? എന്തായാലും എനിക്കിനിപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ അറിയാവോ, എൻ്റെ പെമ്മക്കൾ എന്നെ സ്നേഹിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ മോൾ എന്നെ സ്നേഹിച്ചു. ഇതുപോലെ കാദംബരി കാർത്തിക കൂടി എന്നെ സ്നേഹിക്കണമെന്ന് ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, അവരും അച്ഛനെ സ്നേഹിക്കുക വെച്ചാൽ ഞാൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ മാറ്റം അവർക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെ കുറ്റമായിട്ട് കാര്യമില്ല മോളെ. അത്രമാത്രം ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്ത നിന്റെ അടുത്താ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, നിന്റെ അടുത്ത് എനിക്ക് 3 പെൺമക്കൾ ഒരുപോലെയാണെങ്കിലും നിന്നെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റാത്തത്. നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തുകൊണ്ടായിട്ടായിരിക്കാം. കാർത്തിക എന്ന് പറഞ്ഞ മോളുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. അവരും കൂടി എന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പെൺമക്കളെയും കൂടെ ഇരുന്നിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഉണ്ണണം. അതിനുശേഷം ഞാൻ നിങ്ങൾ ആരെ ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ല എന്ന് പറയാണ്. കല്യാണി പറയണ്ട്, അച്ഛനിവിടെ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയാം മോളെ, പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം അതിപ്പോഴും വന്നിട്ടില്ലല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണണം തോന്നുമ്പോഴൊക്കെ ഇവിടെ വരാം. എനിക്ക് കല്ലുമോനെയും കൂടി ഒന്ന് കാണുമ്പോൾ അതിനെന്താ വെച്ചാൽ ഞാൻ കല്ലുമോനെ എടുത്തുകൊണ്ട് വന്നിട്ട് കല്ലുമോനെയും കൊണ്ടുവന്ന് കല്യാണി അവിടെ ഇരുത്താണ്. അങ്ങനെ ആദ്യമായിട്ട് തൻ്റെ മോളുടെ കുഞ്ഞ് കല്ലുമോനെ നമ്മുടെ പ്രകാശം കാണുവാണ്. കാരണം കല്ലുമോൻ പ്രസവിക്കുന്ന സമയത്ത് എന്തൊക്കെയാ പ്രകാശം വിചാരിച്ചത്, കല്ലുമോൻ മരിച്ചു പോയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ കല്ലുമോനൊരു അപകടം പാറുവിന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വിട്ടിട്ട് അപകടം പറ്റിയപ്പോൾ പ്രകാശൻ എന്ത് സന്തോഷത്തോടെ അന്ന് ആ വാർത്ത കല്യാണി അടുത്ത് വന്ന് പറഞ്ഞത്, നീ വേഗം ഹോസ്പിറ്റലിൽ പോ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞ് ചത്തുപോകും. ആ രീതിയിലാണ് പ്രകാശൻ സംസാരിച്ചത്. അതൊക്കെ ആലോചിച്ച് പ്രകാശൻ ആകും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. കല്യാമോനെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുക്കണം. അപ്പോഴും ദീപക്ക് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ പ്രകാശൻ. അങ്ങനെ കല്യാണിയും പ്രകാശൻ ഒരുപാട് സ്നേഹിക്കുന്ന ഭാഗവും നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.